ആവാമെന്ന് വെച്ചു. ഇന്ന് ഞാൻ തലശ്ശേരി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഇതെനിക്കൊരു റെക്കമെൻഡഡ് വീഡിയോ തന്നെയാണ്. എൻ്റെ ഒരു വ്യൂവർ കുറേ പ്രാവശ്യമായി എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നു തലശ്ശേരി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് 1 കിലോൻ്റെ ഒരു ക്വാണ്ടിറ്റി ഒന്ന് കാണിച്ചു കൊടുക്കാൻ, കറക്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് ഓരോ അസൗകര്യം കാരണം ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഇന്ന് എന്തായാലും അത് ചെയ്യാമെന്ന് വെച്ചു. അപ്പം ഞാൻ ഇന്നൊരു 1.5 കിലോൻ്റെയാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സവാള ഇനി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ചിക്കൻ വാഷ് ചെയ്ത് വെച്ചതാണ്, അതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കിയാലോ. തലശ്ശേരി ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പൈസസ് കുറവാണ്. പിന്നെ അതുപോലെ മറ്റുള്ള ഫ്ലേവേഴ്സ് ഒന്നും ഉണ്ടാവില്ല. പൈനാപ്പിൾ എസൻസ് അങ്ങനെയുള്ളതൊന്നും യൂസ് ചെയ്യുന്നില്ല. കളറ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റോസ് വാട്ടർ ചിലർ ഉപയോഗിക്കാറുണ്ട്. ഞാൻ അതും ഉപയോഗിക്കാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം. പിന്നെ ദം ചെയ്തിട്ടാണ് എടുക്കുന്നത്. ദം ചെയ്യുന്നതും ദം പൊട്ടിക്കുന്നതും അതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക, മുഴുവനായിട്ടും കാണുക. നിങ്ങൾക്കിത് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ അതിന് എനിക്കൊരു റിപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ സവാള ഇനിയൊന്ന് വൃത്തിയാക്കി എടുക്കണം. സവാള ഒരു 8 സവാള മസാലയ്ക്ക് എടുക്കുക. ഞാൻ കൂടുതൽ എടുത്തത് റൈസിനും റൈത്തക്കും ഒക്കെ വേണ്ടത് കൊണ്ടാണ്. പിന്നെ ഒരു 4 തക്കാളി എടുക്കാം. പിന്നെ ഞാൻ കുറച്ച് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കണം. ഇതെല്ലാം ചതച്ചെടുക്കാം. പിന്നെ ഞാൻ ചിക്കന് 1.5 കിലോ ലൈവിലുള്ള ചിക്കൻ അത് ക്ലീൻ ചെയ്ത് കഴിയുമ്പം 1 കിലോ മീറ്റ് ഉണ്ടാവും. ആ 1 കിലോ മീറ്റ് 18 പീസാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 18 പീസ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അധികം വലിയ പീസും ആയിരിക്കില്ല, അധികം ചെറിയ പീസായിരിക്കില്ല. നോർമൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പീസായിരിക്കും. ആ ഒരു സൈസിലാണ് ഞാൻ എടുക്കുന്നത്. ഇതിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് നല്ലവണ്ണം മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഫ്രൈ ചെയ്തിട്ടല്ല വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒന്ന് വാട്ടിയെടുത്താലും മതിയാവും. പക്ഷെ ഞാൻ ഫ്രൈ ചെയ്യാറില്ല. ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചിക്കൻ്റെ ജ്യൂസി നഷ്ടപ്പെട്ടു പോകും. പിന്നെ അത് വെന്തുടയുന്നതിന് ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ലതാണ്. വെന്തുടയുന്നത് നമ്മൾ വേവൊന്ന് ശ്രദ്ധിച്ചാൽ മതി. മസാല ഇറക്കുന്ന സമയത്ത് ഫുൾ വേവ് ആവാതിരുന്നാൽ മതി. ഒരു 80% വേവായതാണെങ്കിൽ ബാക്കി ദം ചെയ്യുന്ന സമയത്ത് വെന്തുള്ളൂ. അപ്പോൾ ആ ഒരു കറക്റ്റിൽ നോക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ചിക്കൻ ഉടഞ്ഞു പോവാതെ എടുക്കാൻ വേണ്ടി പറ്റും. അത് കാരണം തന്നെ എനിക്ക് നല്ല ബിരിയാണി ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഫ്രൈ ചെയ്യാതെ വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഫ്രൈ ചെയ്യാറില്ല. സവാള ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഫുഡ് പ്രോസസ്സറിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പാത്രം വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ കട്ട് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ വെച്ച പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 8 സവാള കട്ട് ചെയ്തെടുത്തതാണ്. ഈ സവാള വഴറ്റാനിടാം. സവാള ഇട്ട് വാടി തുടങ്ങുമ്പം തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതൊരു 10-15 പച്ചമുളക് ചതച്ചെടുത്തതാണ്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കനിലും ഉപ്പ് മാരിനേറ്റ് ചെയ്യുമ്പം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് സവാള വാടാനുള്ള കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി. ചിക്കനൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ബാക്കി ചേർത്താൽ മതി. 1.5 കിലോ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് ഇത്ര വലിയ പാത്രമൊന്നും ആവശ്യമില്ല. എൻ്റെ ചെറിയ പാത്രങ്ങളെല്ലാം ഓർഡറിന് പോയത് കൊണ്ടാണ്. ഇതും ഓർഡറിന് പോകാനുള്ളത് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലുള്ള പാത്രം തന്നെ എടുത്തത്, നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊന്നും എടുക്കാതെ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയ പാത്രം എടുക്കേണ്ടി വന്നത്. നിങ്ങൾ എടുക്കുമ്പം അതിന് കണക്കായിട്ടുള്ള ചെറിയ പാത്രം എടുത്താൽ മതി. ഇതിലേക്ക് ഒരു 4 തക്കാളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. അത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തക്കാളിയും സവാളയും എല്ലാം കൂടിയിട്ട് ഇതുപോലെയുള്ള ആ ഒരു മിക്സായിട്ട് കിട്ടണം. അപ്പോൾ വലിയ തക്കാളിയാണെങ്കിൽ 4 തക്കാളി ചേർക്കാം. ചെറുതാണെങ്കിൽ ഒരു 5 തക്കാളി വരെ നോക്കിയിട്ട് ചേർക്കാം. അപ്പോൾ ഇത് ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് വാടാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ട് വെക്കാം. ഇതിപ്പോൾ നല്ലവണ്ണം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. സവാളയും തക്കാളിയും ഒക്കെ നല്ലവണ്ണം ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന
ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു അരക്കപ്പ് മല്ലിയിലയും അരക്കപ്പ് പുതിന ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്ത്, ഇപ്പോൾ ഇതിൽ കാണുമ്പം തന്നെ അറിയാം മസാല ഇതിൽ നല്ലവണ്ണം ഇതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു കണക്കിൽ വേണം മസാല ഉണ്ടാവാൻ, അല്ലാതെ ചിക്കൻ മാത്രം കാണുന്നത് പോലെ ആവരുത്. ചിക്കനും മസാലയും എല്ലാം ഈക്വലായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു കുറച്ചുകൂടെ ഒരു വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ട് ഇതിനെ അടച്ച് വെച്ചിട്ട് വേവിക്കാം. കുറേ വെള്ളം ഒഴിക്കേണ്ടിയില്ല. ചിക്കൻ എന്നുള്ള വെള്ളവും അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആവിയിൽ നിന്ന് വരുന്ന വെള്ളവും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് അടി പിടിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു 1/4 കപ്പ് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി, എങ്കിലേ ചിക്കൻ എല്ലാ ഭാഗവും ഒരുപോലെ കുക്കാവുള്ളൂ. ഞാനിതിപ്പം ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം മസാലയൊക്കെ നല്ലവണ്ണം വെന്ത് പാകത്തിനായിട്ടുണ്ട്. അധികം വെള്ളമൊന്നുമില്ല, ചെറിയൊരു ലൈറ്റായിട്ടുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈരും ഒരു ലൈമും കൂടെ ഞാൻ പിഴിയുന്നുണ്ട്. തൈര് മാത്രം വേണമെങ്കിൽ തൈര് മാത്രം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലൈമ് മാത്രം മതിയെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന്. ഞാനിപ്പം 1/2 കപ്പ് തൈരും ഒരു ലൈമും കൂടിയാണ് ഒഴിച്ചിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിനുള്ള പുളിയും ഉപ്പും ഒക്കെ നോക്കിയിട്ട്, ഇതിലിപ്പോൾ ഉപ്പും പുളിയും ഒക്കെ നല്ല പാകത്തിനായിട്ടുണ്ട്, എല്ലാം കറക്റ്റാണ്. ഇനി ഇതിലൊരു 1.5 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടെ ചേർത്ത് മാറ്റി വെക്കാം. 1.5 കിലോ അരി അളന്നെടുത്തതാണ്. ഞാൻ വെള്ളം എടുക്കുമ്പോൾ ഇതിൻ്റെ കണക്ക് എങ്ങനെയാണെന്നുള്ള പറയാം. നമ്മളിപ്പം ഈ ഒരു പാത്രത്തിൻ്റെ ഇത്രയും അരി ഉള്ളതിന് ഇത്രയും വെള്ളം എടുക്കും, ഇനി ഇതിൻ്റെ പകുതിയും വെള്ളം എടുക്കും. അത് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. പക്ഷേ ഓരോ സ്ഥലത്തും കിട്ടുന്ന അരിയുടെ വേവിന് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് ഇവിടെ കിട്ടുന്ന അരിക്ക് ഇപ്പോൾ ഈ 1.5 കിലോ എടുക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ ഇത്രയാണെങ്കിൽ ഇതും ഇതിൻ്റെ ഒരു പകുതിയും എടുക്കേണ്ടി വരും. പക്ഷേ അതൊരു 3 കിലോ ഒക്കെ ആവുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ചൊന്ന് കുറക്കണം, അല്ലെങ്കിൽ റൈസ് കൂടുതൽ വെന്ത് പോവും. നിങ്ങൾ ആദ്യം ഒരു പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഉപയോഗിക്കുന്ന അരിയുടെ വേവ് എങ്ങനെയാണ് എന്നുള്ളത്. അതിനനുസരിച്ചിട്ട് വെള്ളം എടുക്കുന്നതൊന്ന് കറക്റ്റ് ചെയ്തെടുത്താൽ മതി. നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അരിയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതിന് വേവ് കൂടുതലുണ്ടോ കുറവാണോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു പാകത്തിന് കറക്റ്റ് ചെയ്തിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇതിപ്പം വാഷ് ചെയ്യുമ്പോൾ 4 പ്രാവശ്യമെങ്കിലും നല്ലോണം, ഇത് കുതിർത്തൊന്നും വെക്കേണ്ടയില്ല, ഒരു 4 പ്രാവശ്യമെങ്കിലും നല്ലവണ്ണം വാഷ് ചെയ്തെടുക്കുക. വാഷ് ചെയ്തെടുത്തിട്ട് ഇത് വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു 10-20 മിനിറ്റെങ്കിലും വെള്ളം നല്ലവണ്ണം ഡ്രൈനായി പോകാൻ വേണ്ടിയിട്ട്. അരി നല്ല വിട്ട് വരുന്നത് പോലെ ആവും നനവില്ലാതെ. അങ്ങനെ വെച്ചിട്ട് റൈസ് വെക്കുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ അങ്ങനെ വെച്ചില്ല എന്ന് വെച്ചിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ അങ്ങനെ വെച്ചിട്ട് വെള്ളം മൊത്തം ഒന്ന് ഡ്രൈനായി കിട്ടിയിട്ടുണ്ടെങ്കിൽ റൈസ് കുറച്ചുകൂടെ നന്നാവും. നല്ലവണ്ണം കഴുകിയെടുത്തതാണ്. ഇതന്നെ ഒന്ന് വാരി ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം വരാൻ വേണ്ടിയിട്ട്. 2 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഫ്രൈ ചെയ്യാനുള്ള സവാള അരിയുമ്പോൾ നല്ല നൈസായിട്ട് അരിയണം. അത് കൈകൊണ്ടൊന്ന് ഉതിർത്തിയിടുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലൈറ്റ് ബ്രൗൺ കളറിൽ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് ഗീയും കൂടെ ചേർക്കുന്നുണ്ട്. ഗീയുടെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഗീ കുറച്ചിട്ട് ഓയിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ആക്കാം. പക്ഷേ ഗീ കുറച്ച് ഉണ്ടാകുമ്പോഴാണ് ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് സവാള ഫ്രൈ ചെയ്യാനിട്ട് കൊടുക്കാം. അധികം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യരുത്, അന്നേരം ആ ക്രിസ്പിനെസ് കിട്ടില്ല. ഇതിപ്പം സവാള ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് കോരി മാറ്റി വെക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് കിസ്മിസ് വേണമെങ്കിൽ പൊരിച്ചെടുക്കാം. അരി ഈ പാത്രത്തിൻ്റെ ഇത്രയും 3/4 ഭാഗം വരെയായിരുന്നു എടുത്തത്. അത്രയും തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ ഒരു അളവിൻ്റെ പകുതിയും കൂടെ വെള്ളം എടുക്കണം. ഞാൻ അത്രയും കൂടെ വെള്ളം എടുത്ത് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ കറക്റ്റ് ഒരു പാത്രത്തിലേക്ക് കറക്റ്റായിട്ട് അരി എടുത്തതാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് എടുക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇനി ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ആ ഉപ്പ് ചേർത്തിട്ട് ആ വെള്ളത്തിൽ തന്നെ ഉപ്പ് കറക്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിൽ 2-3 പീസ് പട്ട, അതേപോലെ ഒരു 3-4 ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ഒന്ന് നല്ലവണ്ണം തിളച്ച് വരണം. ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. 1-2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വെള്ളം ഒന്ന് വെട്ടി തിളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാൻ കഴുകി വാരി വെച്ച അരി ഇപ്പം നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അരിയൊക്കെ നല്ല വിട്ട് വരുന്ന പാകത്തിലാണുള്ളത്. ഈ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി ഇട്ട് കഴിഞ്ഞാൽ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും ഇളക്കി ഒരുപോലെ ആക്കിയിട്ട് വെക്കണം, എങ്കിലേ ഉപ്പുമൊക്കെ കറക്റ്റ് ആവുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഉതിർത്തിട്ട് കൊടുക്കാം. അതേപോലെ ഒരു കഷ്ണം ബേ ലീവ്സും കട്ട് ചെയ്തിടാം. നിങ്ങളുടെ കയ്യിൽ മറ്റേ പാണ്ടൻ ലീവ്സ്, ബിരിയാണി ഇല എന്ന് പറഞ്ഞിട്ടൊരു നീളമുള്ള ഇല ഉണ്ട്, അതുകൂടെ ഉള്ളതാണെങ്കിൽ അതും ഒരു കഷ്ണം ഇട്ട് കൊടുക്കാം. അതിന് ശരിക്കും ഗീ റൈസിൻ്റെ തന്നെ നല്ല സ്മെല്ലുള്ള ഒരു ഇലയാണ്. ഇനി ഇതിപ്പം അടച്ച് വെക്കുകയൊന്നും ചെയ്യേണ്ട, തുറന്ന് തന്നെ വെക്കുക. ഇത് വെള്ളം ഒരു വറ്റി വരുന്ന സമയത്തേ ഇത് അടച്ച് വെക്കുള്ളൂ. ഈ തിളക്കുന്ന സമയത്ത് തന്നെ 1-2 പ്രാവശ്യം ഇളക്കി കൊടുക്കണം, എങ്കിലേ റൈസിൻ്റെ വേവ് എല്ലാ ഭാഗത്തും ഒരുപോലെ കറക്റ്റായി കിട്ടുള്ളൂ. ഇതിപ്പം വെള്ളം ഒരുവിധം വറ്റി വരുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ആദ്യമേ അടച്ച് വെക്കാത്തതെന്ന് വെച്ചാൽ ആദ്യമേ അടച്ച് വെച്ച് കഴിയുമ്പം ഇതിൽ നിന്ന് വരുന്ന ആവി ഊറ്റിയിട്ട് റൈസ് കൂടുതൽ വെന്ത് പോകും. ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ അടപ്പിൻ്റെ മേലയിലേക്ക് ആവി വരുന്നതും അത് വെള്ളമായിട്ട് താഴേക്ക് പോകുന്നതും. അപ്പം അതങ്ങനെ കൂടുതലായാൽ റൈസ് കൂടുതൽ വെന്ത് പോകും. ഇനി ഇതിപ്പം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, എന്നാലും കുറച്ച് വെള്ളം ഇതിലുണ്ട്. ഈ ഒരു പാകത്തിന് വേണം നമുക്കിപ്പം എടുക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ഇതിൻ്റെ റൈസ് നോക്കിക്കഴിഞ്ഞാലും ഒരു 80% വെന്തിട്ടുണ്ടാവുള്ളൂ. അപ്പം റൈസ് ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം നല്ല ടൈറ്റുള്ള മൂടി കൊണ്ട് മൂടിയിട്ട് അതിൻ്റെ മേലയിൽ അല്ലെങ്കിൽ വെയിറ്റ് വെക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിടുക. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഒരു 10-15 മിനിറ്റ് വേണമെങ്കിൽ വെക്കാം. അത് കഴിഞ്ഞ് ഇതൊന്ന് തുറന്ന് നോക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. വാ, സൂപ്പറായിട്ട് നല്ല കറക്റ്റായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളി റൈസാണ്. ഇപ്പം നിങ്ങൾ ഈ റൈസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റൈസ് പാകത്തിന് വെന്തിട്ടുണ്ടാവും. ഇതിലുള്ള വെള്ളമൊക്കെ ഒബ്സർവ് ആയി പോയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് റൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മസാലയും റെഡി ആയിട്ടുണ്ട്, റൈസും റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്ത് റൈസ് അടച്ച് വെച്ചല്ലോ. ആ ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞ് അടച്ച് വെച്ചത്, ആ ഒരു 10-15 മിനിറ്റോ കഴിയുമ്പോൾ തന്നെ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് റൈസ് ഒന്ന് ഇളക്കിയിടണം. ഇനി നമ്മളിപ്പോൾ ഗീ റൈസ് വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ദം ചെയ്യാം എന്നുള്ള വെച്ച് വെക്കുകയാണെങ്കിൽ റൈസ് അതേപോലെ വെക്കരുത്. ഒന്ന് ഇളക്കി ഇട്ടിട്ട് വേണം അടച്ച് വെക്കാൻ. അല്ലെങ്കിൽ കുറേ സമയം കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ തുറക്കുകയാണെങ്കിൽ ആ റൈസ് മൊത്തം കട്ട പിടിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഈ ഇളക്കി ഇട്ടിട്ട് എടുക്കുന്നത് പോലെ റൈസ് ആ ഒരു പെർഫെക്ഷനിൽ കിട്ടില്ല. പിന്നെ കട്ടയായിട്ടായിരിക്കും ഉണ്ടാവും. അത് നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചെടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഒരവസ്ഥ ഉണ്ടാക്കരുത്. റൈസ് ഒന്ന് അപ്പം തന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പം ഇളക്കിയിടുക. ഇനി നമുക്ക് ഇത് ദം ചെയ്തെടുക്കാം. ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കല്ല് വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് പാത്രം വെക്കുന്നത്. ഇപ്പം മസാലയിൽ അധികം വെള്ളമൊന്നുമില്ല, ചെറിയൊരു ഗ്രേവി മാത്രമേ ഉള്ളൂ. ആ ഒരു ഗ്രേവി വേണം, എന്നെങ്കിലേ നമുക്ക് ദം ചെയ്ത് കഴിയുമ്പം അടിയിൽ പിടിച്ചു പോവാതെ കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മേലയിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കണം. സവാള നല്ല ക്രിസ്പി ആയിട്ടൊക്കെയാണ് ഉള്ളത്. ഇനി ഇതിൽ കുറച്ച് ഗരം മസാല കൂടെ മിക്സ് ചെയ്യാം. ഈ സവാളയിൽ കുറച്ച് ഗരം മസാല മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്നൊരു പകുതി സവാള ഇതിൻ്റെ മസാലൻ്റെ മേലയിൽ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ തന്നെ കുറച്ച് മല്ലി പുതിന കൂടെ ഫ്രഷ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലയിലേക്ക് നമുക്ക് റൈസ് ഇട്ട് ദം ചെയ്യാൻ വേണ്ടി വെക്കാം. നിങ്ങൾക്കിനി ഇത് ലെയറായിട്ട് വേണം എന്നുണ്ടെങ്കിൽ
കുറച്ചുകൂടെ ചെറിയ പാത്രത്തിലേക്ക് മാറ്റി പകുതി മസാല ഇടുക, റൈസ് ഇടുക, പിന്നെയും മസാല ഇടുക, വീണ്ടും റൈസ് ഇടുക. അങ്ങനെ വേണമെങ്കിൽ ദം ചെയ്തെടുക്കാം. നമ്മുടെ തലശ്ശേരി ബിരിയാണി ദം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അടിയിൽ മാത്രമായിരിക്കും മസാല ഇടുള്ളൂ, മേലയിൽ ഫുള്ള് റൈസായിട്ടാണ് ഇടുന്നത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ റൈസ് ഉള്ളതാണെങ്കിൽ ലെയറിൽ വേണമെങ്കിൽ കളറും സവാള ഫ്രൈ ചെയ്തതും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിപ്പം ഞാൻ റൈസ് മൊത്തം ഇട്ടിട്ട് ഇനി ഇതിൻ്റെ മേലയിലേക്ക് കുറച്ച് കളറും ഞാനൊരു പിഞ്ച് യെല്ലോ കളർ എടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ വെള്ളത്തിലാണ് ഡൈല്യൂട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലിലോ റോസ് വാട്ടറിലോ എന്തിൽ വേണമെങ്കിലും ഇതിനെ മിക്സ് ചെയ്തെടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇനി കളർ ഉപയോഗിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം മഞ്ഞൾ ഉപയോഗിക്കാം. മഞ്ഞൾ കുറച്ച് ഗീയിൽ ചൂടാക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ, ഇല്ലെങ്കിൽ ആ മഞ്ഞളിൻ്റെ കുത്തലുണ്ടാവും. ഞാനിപ്പോൾ കളറാണ് ഉപയോഗിക്കുന്നത്. ഈ കളർ ഇതിൻ്റെ മേലയിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മേലെ നമ്മൾ ഫ്രൈ ചെയ്ത സവാള കൂടെ ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില കൂടെ വിതറി കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലവണ്ണം അടച്ചു വെച്ച്, നല്ല ടൈറ്റുള്ള മൂടി കൊണ്ട് അടച്ചു വെച്ച് ദം ചെയ്യാൻ വേണ്ടി വെക്കാം. അല്ലെങ്കിൽ അതിൻ്റെ മേലയിലൊരു വെയിറ്റ് എടുത്ത് വെച്ചാലും മതി. ശരിക്കും ദം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മൂടിയുടെ മേലയിലും കൂടെ കണലിട്ട് കൊടുക്കണം. നമുക്കിവിടെ ആ ഒരു അസൗകര്യം ഉള്ളത് കാരണം ഞാൻ കണൽ ഉപയോഗിക്കുന്നില്ല. താഴേന്ന് മാത്രമാണ് ഫ്ലെയിം കൊടുത്തിട്ട് ദം ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല ദമ്മായിട്ടുണ്ട്, നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. നല്ല സൂപ്പർ ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് ദം പൊട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാത്രത്തിൽ ദം ചെയ്തത് ഓർഡറിന് പോയി. ഞാൻ കുറച്ച് ബിരിയാണി നമുക്ക് വേറെ തന്നെ ദം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പം ദം കയറി നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പം നമുക്കിത് ഈ ദം എങ്ങനെയാണ് പൊട്ടിക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതിൻ്റെ മേൽഭാഗത്തു നിന്ന് കുറച്ച് റൈസ് ആദ്യം മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് പ്ലേറ്റിൽ സെറ്റ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ മേലയിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ യെല്ലോ കളറും വൈറ്റും ഒക്കെയുള്ള കുറച്ച് റൈസ് മാറ്റി വെക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള റൈസ് ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്യാന്ന് വെച്ചാൽ മസാല മൊത്തമായിട്ടല്ല മിക്സ് ചെയ്യുന്ന, മേലയിലുള്ള ആ ഒരു മസാല റൈസ് ഉണ്ടാവും കുറച്ച്, ആ ഒരു കളർ ചേഞ്ച് ആയിട്ടുള്ള അത് കുറച്ച് മാത്രം ഈ റൈസിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ റൈസ് ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് മസാല വേറൊരു പാത്രത്തിലേക്ക്, ഒരു പ്ലേറ്റിലേക്ക് മസാലയും ആ മസാല റൈസും കൂടെ വേറൊരു പ്ലേറ്റിലാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മസാല കൂടുതൽ വേണ്ടുന്നവർക്ക് മസാല കൂടുതൽ എടുക്കാം. മസാല വേണ്ടാത്ത കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എരിവില്ലാതെ റൈസ് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കഴിക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെയാണ് നമ്മൾ തലശ്ശേരി ബിരിയാണി സെർവ് ചെയ്യുന്നത്. മസാല വേറെ ആയിരിക്കും, റൈസ് വേറെ ആയിരിക്കും. എന്നാൽ റൈസിൻ്റെ കൂടെ കുറച്ചൊരു മസാല റൈസ് മിക്സ് ആയിട്ടുണ്ടാവും, മസാലയുടെ കൂടെയും കുറച്ച് റൈസ് മിക്സ് ആയിട്ടുള്ളത് ഉണ്ടാവും. അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. ഇവിടെ ഒട്ടുമിക്കവർക്കും അറിയില്ല ഇതെങ്ങനെയാണെന്നല്ല. ചിലപ്പോൾ അവർ മിക്സ് ചെയ്തിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എരിവ് കൂടുതൽ എന്നൊക്കെ പറയും. അപ്പം എല്ലാവരും ഇതുപോലെ തന്നെ സെർവ് ചെയ്യുക. നമ്മുടെ തലശ്ശേരി ബിരിയാണിൻ്റെ സ്റ്റൈൽ ഇതാണ്. അതിൻ്റെ കൂടെ ഒരു ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായി. അപ്പം ഞാനിതിൻ്റെ കൂടെ ഒരു ചിക്കൻ ഫ്രൈയും റൈത്ത, പിക്കിൾ, ചമ്മന്തിയും ഒക്കെ ഉണ്ട്. എൻ്റെ മൊത്തം ഒരു പാക്ക് വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആണ്, സോറി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.